രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി വേണോ എന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. രാഹുൽ എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നതിൽ തീരുമാനമായില്ല. എംഎൽഎ സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതിലാണ് ആശങ്ക. രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നാണ് അഭിപ്രായം. നേതാക്കൾ തമ്മിൽ ചർച്ചകൾ തുടരുകയാണ്. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. രാജിക്ക് തടസ്സമായി ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഭീതി, ഇവർ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഭീതി ഇല്ലല്ലോ. ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് സമയം. ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുന്നില്ല എന്ന് ബിജെപി ഇതിനകം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സസ്പെൻഷനിൽ ഒതുക്കാനുള്ള ചർച്ചയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയോ? സുജയ, ഇപ്പോഴും കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. രാവിലെ തുടങ്ങിയ ചർച്ചകളാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നു. രാഷ്ട്രീയ സമിതി അംഗങ്ങളുമായും മുൻ KPCC അധ്യക്ഷന്മാരുമായും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ആശയവിനിമയം നടത്തി. അതിനു പുറമെ ദീപാദാസ് മുൻഷി പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളുമായും ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൽ പക്ഷേ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണം പാർട്ടിയിൽ നിന്ന് അഭിപ്രായം ശക്തമാണ്. അതിനൊപ്പം തന്നെ MLA സ്ഥാനം എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്ന ആവശ്യം സീനിയർ നേതാക്കൾ തന്നെ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വത്തെ അലട്ടുന്നത് ഒരുപക്ഷെ ഇപ്പോൾ രാജിവെച്ചാൽ 8 മാസത്തിനപ്പുറം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് ഒരുപക്ഷെ BJP മുൻകൈയെടുത്ത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇടപെടിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമോ എന്നതാണ്. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടി അവിടെ ഉണ്ടായേക്കുമെന്ന ആശങ്ക കോൺഗ്രസിനെ അലട്ടുന്നു. ഇത് തന്നെയാണ് തീരുമാനം വൈകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചകൾ തുടരുകയാണ്. സസ്പെൻഷനിൽ ഈ നടപടി ഒതുക്കണമെന്ന അഭിപ്രായവും ശക്തമാകുന്നുണ്ട്. ഏതായാലും തീരുമാനം ഒരുപക്ഷെ നാളെയോടെ ഉണ്ടാകാനാണ് സാധ്യത. വനിതാ നേതാക്കളടക്കം രാഹുലിനെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കണമെന്ന ആവശ്യം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഈ നടപടി എടുക്കുക. റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റോഷിപാൽ, അന്തിമ തീരുമാനം നാളെയാണ്. ഉപതെരഞ്ഞെടുപ്പ് ഒരു ആശങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് അതനുസരിച്ച് വകുപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മെയ് എന്ന് മാത്രമാണ് പറയുന്നത്. അതിൽ PDT ആചാര്യ പോലെയുള്ള ആളുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയേ ഇല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും, സിറ്റിംഗ് സീറ്റ് പോയേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷിക്കാനായി ശ്രമിക്കുന്നത് ആരാണ്? സുജിയ, അങ്ങനെ ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായി പിന്തുണച്ചത് ഷാഫി പറമ്പിൽ മാത്രമാണ്. ഷാഫി പറമ്പിൽ അല്ലാതെ മറ്റാരും പരസ്യമായി പിന്തുണച്ചില്ല. പക്ഷേ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്റർ എന്നറിയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി നിലപാട് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ നേതാക്കളുടെ അഭിപ്രായം സംസ്ഥാനത്ത് 2 പ്രധാനപ്പെട്ട നേതാക്കൾ ചേരുന്നതിനൊപ്പം തന്നെ ദീപാദാസ് മുൻഷിയും ചേരുന്നുണ്ട്. ഇവരുടെ അഭിപ്രായമൊക്കെ ഏകോപിപ്പിച്ച് മാത്രമായിരിക്കും ദേശീയ തലത്തിൽ നിലപാടെടുക്കുക. KC വേണുഗോപാലിന് കൃത്യമായി നടപടി വേണമെന്ന അഭിപ്രായമുണ്ട്. മാത്രവുമല്ല, KC വേണുഗോപാലിന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ ആശ തന്നെ അവരുടെ നിലപാട് പ്രകടിപ്പിച്ചു. വനിതാ നേതാക്കൾ ഒന്നാകെ രാഹുൽ പക്ഷേ ഇവിടെ നോക്കൂ റോഷിപാൽ, ജനപ്രാതിനിധ്യ നിയമത്തിലെ 151A വകുപ്പ് അനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ അടുത്ത നിയമസഭയിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ നിയമസഭയുടെ കാലാവധി തീരാൻ 1 വർഷം പോലുമില്ല. 1 വർഷത്തിൽ താഴെ സമയമുള്ളപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു നിബന്ധനയില്ല 151A അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ. മാത്രമല്ല, എതിർകക്ഷികൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള കക്ഷികൾ അവരാണ് ആവശ്യപ്പെടേണ്ടത്. ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ള കക്ഷിയാണ്. സർക്കാരോ അല്ലെങ്കിൽ BJPയോ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയും നിൽക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ആശങ്കയാണെന്ന് കോൺഗ്രസ് പറയുന്നത്? കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഇപ്പോഴും ആശങ്കപ്പെടുന്നുണ്ട്. ഒന്ന്, അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയായി ഉയർത്തുന്നത്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അടുത്ത 2 സഭാ സമ്മേളനങ്ങളുണ്ട്. ആ സഭാ സമ്മേളനത്തിൽ എതിരാളികൾക്ക് ഏറ്റവും ആയുധം രാഹുൽ മാങ്കൂട്ടം സഭയിൽ തുടരുന്നതായിരിക്കും. കാരണം സഭയ്ക്കകത്ത് സർക്കാരിനെതിരെ വലിയ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ പോലും സാധിക്കാത്ത തരത്തിൽ പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ഉണ്ടാകുമെന്ന് മറുഭാഗവും ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്താൻ കഴിയുന്നില്ല. ഏതായാലും ഇത് ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ചകളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കേണ്ടി വരും. കാരണം പരസ്യമായി തന്നെ വനിതാ നേതാക്കൾ അടക്കം രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് നേതൃത്വത്തിന് കടുത്ത സമ്മർദ്ദമാണ് രാഹുലിനെ പുറത്താക്കണമെന്ന്. മാത്രവുമല്ല, ഇനി വനിതാ നേതാക്കൾ പ്രത്യേകിച്ചും 2 വനിതാ MLAമാരടക്കം പരസ്യമായി തന്നെ നിലപാടെടുത്ത സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചർച്ചകൾ തുടരുന്നതേയുള്ളൂ. ഇന്നത്തെ രാത്രിയും കടന്നുപോകും. നാളത്തെ പകലിൽ ഉണ്ടാകാൻ പോകുന്ന തീരുമാനം എന്തെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു റോഷിപാൽ.